ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായി റെഡിയാക്കാൻ പറ്റുന്ന ഒരു കാരമൽ പുഡിംഗ് ആണ്. എല്ലാവർക്കും ഇഷ്ടമാകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണിത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം വേണ്ടത് ഇതുപോലുള്ള ഏതെങ്കിലും ചോക്ലേറ്റ് കേക്കാണ്. ഏത് കമ്പനിയുടെ ആണെങ്കിലും എടുക്കാം. 5 പാക്കറ്റ് കേക്കാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ പുഡിംഗ് ട്രേയുടെ വലിപ്പത്തിനനുസരിച്ച് എടുത്താൽ മതിയാകും. കേക്ക് ഇതുപോലെ ട്രേയിൽ നിരത്തി വെക്കാം. ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 3-4 പീസ് മാറ്റി വെക്കണം. ഇനി ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാലെടുക്കാം. മിക്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഗ്രീൻസിന്റെ വാനില ഫ്ലേവർ ഡെസേർട്ട് മിക്സ് ആണ്. ഇതിന്റെ ഉള്ളിൽ 2 പാക്കറ്റ് ഉണ്ടാകും. വൈറ്റ് പാക്കറ്റ് ഡെസേർട്ട് മിക്സും ബ്ലാക്ക് പാക്കറ്റ് കാരമലിന്റെ ടോപ്പിംഗും ആണ്. ഇതിന്റെ വൈറ്റ് പാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡെസേർട്ട് മിക്സ് പാലിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് കുറുക്കിയെടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. പുഡിങ്ങിന് ആവശ്യമായ മധുരം ഈ മിക്സിൽ തന്നെ ഉണ്ടാകും. കൂടുതൽ മധുരം ആവശ്യമുള്ളവ ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ കേക്കിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ചെറുതായൊന്ന് ചൂടാറിയതിനു ശേഷം 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. 4 മണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് ബാക്കി വെച്ച കേക്ക് പൊടിച്ച് മുകളിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ശേഷം പാക്കറ്റിലുണ്ടായ കാരമൽ ടോപ്പിംഗായി മുകളിൽ സ്പ്രെഡ് ചെയ്തു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.